ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ടു ചാർട്ട് ഇൻസൈറ്റ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൻഡ് ഓഫ് ഡേ ഇൻട്രാഡേ ചാർട്ട് അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ളത്. ആദ്യമായിട്ട് എന്താണ് ഈ എൻഡ് ഓഫ് ഡേ ചാർട്ട് അനാലിസിസ് എന്ന് പറയാം. അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ചാർട്ട് എടുത്തിട്ട് അതിനകത്ത് അന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന പ്രൈസ് ആക്ഷൻ പാറ്റേൺസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യായിരുന്നു, അതായത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് അന്ന് നമുക്ക് വന്നിട്ടുണ്ടായെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മാത്രം ഓപ്ഷൻസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇത് എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആസ് എ ട്രേഡർ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് മെത്തേഡുകളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് പ്യുവർ പ്രൈസ് ആക്ഷൻ മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് ഇതിൽ നിന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെഗുലറായിട്ട് ഈ വരുന്ന അനാലിസിസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കാനും ട്രേഡ് സ്വയം എടുക്കാനും പറ്റും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ബേസ് ചെയ്തിട്ടുള്ളത് പ്യുവർ പ്രൈസ് ആക്ഷൻ ആണ്. അതായത് പ്രൈസ് ആക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രേഡ് എല്ലാം ചെയ്യുന്നത്. അതുകൂടാതെ ഒരു 3 ഇൻഡിക്കേറ്റേഴ്സും കൂടെ പ്രൈസ് ആക്ഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തിനാ ഈ ഇൻട്രോ വീഡിയോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എൻഡ് ഓഫ് ഡേ അനാലിസിസ് വീഡിയോ എന്നും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം. അപ്പോൾ ആ വീഡിയോ മാക്സിമം നമ്മൾ ചെറുതായി ഷോർട്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പക്ഷെ ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് എൻ്റെ ചാർട്ടിൽ കാണുന്ന കുറേ ലൈൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സും ഇതേതെല്ലാമാണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഇൻട്രോ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ആ മെയിൻ വീഡിയോയിൽ നമുക്ക് പറഞ്ഞ് നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വന്ന് റെഫർ ചെയ്താൽ മതിയോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാർട്ട് സെറ്റപ്പും അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ ഇതിനായിട്ട് ഈ ഒരു പ്രൈസ് ആക്ഷൻ മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഫയേഴ്സിൻ്റെ ചാർട്ടിങ് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. ട്രേഡ് ചെയ്യാനല്ല, ജസ്റ്റ് അനലൈസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് വ്യൂ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ടൈം ഫ്രെയിം വരുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതും എൻട്രി എക്സിറ്റ് കാര്യങ്ങളെല്ലാതും നമ്മൾ 5 മിനിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ അനലൈസ് ചെയ്യാൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇൻഡിക്കേറ്റേഴ്സിനെ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് 3 എണ്ണം എന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് EMA ആണ്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. അതായത് 20 ആണ് കേട്ടോ. ഇതിൻ്റെ ഞാനിവിടെ കാണിച്ചു തരാം സെറ്റിങ്സിനകത്ത്. ലെങ്ത് നമ്മൾ 20 ആണ്. നോക്കണം, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ ആക്ച്വലി പിവട്ട് പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ പിവട്ട് പോയിന്റ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഒരു S1 S2 S3 S4 വരെയൊക്കെ മാക്സിമം നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഒരു മഞ്ഞ ലൈൻ കണ്ടോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സെൻട്രൽ പിവട്ട് ഈ വൈറ്റ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ആക്ച്വലി. അതിന് പകരമായിട്ട് നമ്മളിവിടെ CPR ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് 3 ഇൻഡിക്കേറ്റർ. CPRൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേണ്ട. ഈ ഒരു സെൻട്രൽ പിവോട്ട് റേഞ്ച്, അതായത് ടോപ്പ് CPR, ബോട്ടം സെൻട്രൽ പിവോട്ട്, ഈ ഒരു 3 ലൈൻ നിങ്ങൾക്കിവിടെ കാണാം. ഈ ഒരു 3 ഡോട്ടഡ് ലൈൻ ഗ്രീൻ ലൈനിലുള്ളത് ഇതാണ് നമുക്ക് വേണ്ടത്. CPR ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യും. നമുക്കത് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഇൻഡിക്കേറ്റേഴ്സ്. ഇത് കൂടാതെ നമ്മൾ കുറച്ച് ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യും. അതായത് പ്രൈസ് ആക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യും. അത് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു സ്വിങ് ഹൈ ലോ ആണ്. നമ്മളൊരു നോർമലി എപ്പോഴും നമ്മൾ എടുക്കാറ്. അതിനായിട്ട് നമ്മൾ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ, ഈ ഒരു റീസെൻ്റ്ലി നമുക്ക് ഇപ്പോൾ അടുത്ത ദിവസം ട്രേഡിന് ഞാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു ലൈൻ എന്തായാലും വരയ്ക്കും. അത് നമ്മളൊരു റെഡിൽ മാർക്ക് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ സ്വിങ് ഹൈ, അതായത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് അത് ആക്ട് ചെയ്യും. അതാണ് നമ്മൾ ഈ റെഡ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ കണ്ടോ, ഇത് നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇത് നമ്മളൊരു ഗ്രീൻ ലൈനിൽ മാർക്ക് ചെയ്യും. അപ്പോൾ ഈ 2 ലൈൻസ് നിങ്ങൾക്ക് മിക്ക ചാർട്ടിലും കാണാൻ പറ്റും. ഇനി 5 മിനിറ്റിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന 2 റെഫറൻസ് പോയിന്റുകളാണ് പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും. അത് നോർമലി ഞാനൊരു ബ്ലൂ ലൈനിലാണ് മാർക്ക് ചെയ്യാറ്. നിങ്ങൾക്കറിയാലോ, PDH ആൻഡ് PDL ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ബ്ലൂ ലൈനിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈൻസ് നിങ്ങൾക്ക് എന്തായാലും അവിടെ കാണാൻ പറ്റും. എൻ്റെ PDH PDL ബ്ലൂ ലൈനിലാണ്, സോളിഡ് ആയിട്ടുള്ള ബ്ലൂ ലൈനിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്.
ഇത് കൂടാതെ നമുക്ക് ഇനി ചാൻസ് ഉള്ളത് നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ നമ്മൾ ചാർട്ടിനകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതായിരിക്കും. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ പ്രൈസ് സെഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റ് നമുക്കൊരു സപ്ലൈ സോണാണെന്ന് പറയാം. കാരണം മാർക്കറ്റ് ഇവിടെ നിന്ന് ക്രാഷ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ബാങ്ക് നിഫ്റ്റി ഒരു 600-ന്റെ മുകളിൽ പോയിന്റ് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്തരം സോണുകൾ ഇത്തരം പോയിന്റുകൾ നമ്മൾ ഒരു സോൺ ആയിട്ടാണ് മാർക്ക് ചെയ്യുക. അതായത് ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഒരു സോൺ. അത് നോർമലി ഞാൻ ഫോളോ ചെയ്യുന്നത് സപ്ലൈ സോൺ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈൻ ഒരു റെഡ് ഈ ഒരു കളറിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു ഡിമാൻഡ് സോൺ ഇല്ല നാളേക്ക്. ഞാനൊരു പഴയൊരു ബാക്കിൽ എവിടെയെങ്കിലും പോയിട്ട് കാണിച്ചു തരാം. ഈ ഒരു പോയിന്റ് ഉണ്ടോ, ഇതൊരു ഡിമാൻഡ് സോൺ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു 1000 പോയിന്റിന് മുകളിലോട്ട് ബൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം പോയിന്റ്സ്, റെഫറൻസ് പോയിന്റ്സ് നമ്മളുണ്ടെങ്കിൽ നമ്മളൊരു സപ്ലൈ സോൺ ഇതുപോലെ എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുക. സപ്ലൈ സോൺ നമ്മൾ ഡിമാൻഡ് സോൺ. സപ്ലൈ സോൺ നമ്മൾ വരച്ചു. ഇത് ഡിമാൻഡ് സോൺ ആണ്. നമ്മളൊരു ഗ്രീൻ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെയാണ് നോർമലി ഫോളോ ചെയ്യുമ്പോൾ ഞാൻ ഇത് തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത് എൻ്റെ ചാർട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ. ഇതാണ് നമ്മുടെ ചാർട്ട് സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റുള്ള ചാർട്ടായിരിക്കും നമ്മൾ വരുന്ന വീഡിയോസിൽ നിങ്ങൾ കാണാൻ സാധ്യത. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോസ് ഒന്ന് കാണുക. കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. എന്തായാലും നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ, കൂടുതലായിട്ട് ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ എൻഡ് ഓഫ് ഡേ അനാലിസിസ് വീഡിയോനകത്ത് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കപ്പോൾ ഒരു എൻഡ് ഓഫ് ഡേ അനാലിസിസ് വീഡിയോ ആയിട്ട് കാണാം.